മൈ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ കോഫിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഫ്രണ്ടായ തേജസ് ആണ്. അപ്പൊ അവള് പറഞ്ഞു തന്ന അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വീട്ടിൽ വന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ സൂപ്പർ ആയിരുന്നു അത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കൂടി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. അത് തന്നെയല്ല, എന്റെ ഒരു വ്യൂവറായ ശ്രീഗണേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈസി ആയിട്ട് ബീറ്റൻ കോഫി പ്രിപ്പയർ ചെയ്യാന്ന്. അപ്പോ എല്ലാവർക്കും കൂടിയുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി തന്നെ. അപ്പൊ നമുക്ക് വേഗം തന്നെ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്, കോഫി പൗഡർ, പിന്നെ നല്ല തിളച്ച വെള്ളം. ഇത്രയും സാധനങ്ങൾ മതി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വേഗത്തിൽ കോഫി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു സ്പൂണിന്റെ അളവിനാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 1.5 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ 1 സ്പൂൺ ഇട്ടു. ഇനി 1/2 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഈ സെയിം സ്പൂണിൽ തന്നെ 2 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫെ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ കടുപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് മാറ്റി കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീറ്റൻ കോഫി ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലഫി ആക്കുമൊന്നും വേണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഏത് ഗ്ലാസ്സിലേക്കാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോ ഈ ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈസി ആയിട്ട് തന്നെ കോഫി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പതയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ടേസ്റ്റ് ചെയ്യുക. മധുരം കടുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചില്ലേ, അതിന് പകരം നല്ല തിളച്ച പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമ്മുടെ കോഫി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.